അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ബഹുമാന്യരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിഷയം മതം, ആനന്ദം, സർഗാത്മകത. ഹാപ്പിനെസ്, പ്ലഷർ എന്ന് പറയുന്ന വാക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. നമ്മളൊരു പക്ഷേ ഒരു പുസ്തകക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവാനായി ജീവിക്കണോ, ജീവിതത്തിൽ ദുഃഖമില്ലാതെ, സങ്കടങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ ജീവിക്കാനുള്ള എളുപ്പ വഴികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ തുടങ്ങിയ ശീർഷകങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങളോ പ്രസിദ്ധീകരണങ്ങളോ അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആനന്ദത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു കാലഘട്ടം കൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. 2022 മുതൽ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ, 2024 വരെയുള്ള ഈ സമയം വരെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഈ വിഷയ സംബന്ധമായിട്ട് 200ഓളം ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആനന്ദത്തെക്കുറിച്ചാണ്, ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. പക്ഷെ അതിൽ തന്നെ മതങ്ങൾ ഈ പറയുന്ന സന്തോഷത്തിനും ആനന്ദത്തിനും തടസ്സങ്ങളാണ് എന്നാണ് പല ഇത്തരത്തിലുള്ള ആർട്ടിക്കിളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രാധാന്യം. മതം ആനന്ദത്തിനും വിനോദത്തിനും തടസ്സമാണോ? അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സർഗശേഷി, അവൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിലും മതം തടസ്സമാണോ? ഒരിക്കലുമില്ല. അവിടെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, 22-ാം അധ്യായത്തിൽ 78-ാമത്തെ വചനത്തിൻ്റെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ദീനിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല, യാതൊരു ബുദ്ധിമുട്ടും മതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമതായിട്ട് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഇവിടെ പ്രഭാഷകൻ സൂചിപ്പിച്ച ഒരു ഹദീസിൻ്റെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം, യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുക, വലാ തുഅസ്സിറു, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്, ബഷിറു, നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകണം. നമ്മളുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മളുടെ സംസാരങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കിയെടുക്കണം. വലാ തുനഫിറു, നിങ്ങൾ അവരെ വിരട്ടി ഓടിക്കരുത്, ആട്ടി ഓടിക്കരുത്, അതല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണ്, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് താങ്കൾക്ക് ഇഷ്ടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലൊന്നും ആലോചിക്കാതെ കൃത്യമായിട്ട് അതിന് നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കലാണ്, അവരെ സന്തോഷിപ്പിക്കലാണ്, അവരെ ആനന്ദിപ്പിക്കലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് റസൂലുള്ളാഹി ഒരിക്കൽ പഠിപ്പിക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, മതം ഈ ആനന്ദത്തിനും അതേപോലെ തന്നെ വിനോദത്തിനുമൊക്കെ നൽകുന്ന ഒരു സ്ഥാനമാണ്. മാത്രമല്ല, നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹ്രീമിൽ ആദ്യത്തെ വചനങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒരു കാരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ ഇനി തേൻ കഴിക്കുന്നില്ല. നമുക്കറിയാലോ, ആ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം ഭാര്യമാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ സംസാരത്തിൽ അങ്ങനെ ഒരു പ്രത്യേക വാസനയുണ്ടെന്ന് പറയപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണെങ്കിൽ ഞാൻ തേൻ കഴിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വചനം ഇറക്കി കൊടുക്കുന്നു, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക, അല്ലയോ പ്രവാചകരെ, താങ്കൾ എന്തിനാണ് അള്ളാഹു അനുവദിച്ചതിനെ നിഷിദ്ധമാക്കുന്നത്? പ്രത്യേകിച്ച് ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവിടെ കൃത്യമായി ഒരു അനുവദിച്ചതിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതിനെ നിഷിദ്ധമാക്കാനുള്ള ഒരു അവകാശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനില്ല. അതിൻ്റെ അർത്ഥം, ആ മനുഷ്യന് അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പം മതം മനുഷ്യനെ ഏത് രീതിയിലാണ് അതിൻ്റെ ദർശനങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്? ജീവിതത്തിൽ സുതാര്യമായ രീതിയിൽ, എളുപ്പമുള്ള രീതിയിലാണ്.
എന്നിട്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ഈ പറയുന്ന വിനോദത്തിലും ആനന്ദത്തിലുമൊക്കെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എന്താണ്, അവരനുഭവിക്കുന്ന ആനന്ദം എന്താണ്? ലഇൻ ശകർത്തും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന് ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുന്നു. അവന് സന്തോഷമുണ്ടാകുമ്പോൾ അവൻ ആസ്വദിക്കുന്നു, അവൻ ഏതെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ ക്ഷമിക്കുന്നു, എന്നിട്ട് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളുമായിട്ട് കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ ഹസൻ ഹുസൈൻ അൻഹുവിനെ ഈ ചുമലിലേറ്റുകൊണ്ട് ആന കളിക്കുന്ന രംഗം നമ്മളെല്ലാവരും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. കളിക്കുന്ന സമയത്ത് സ്വഹാബികൾ കടന്നു വന്നു. സ്വഹാബികൾ കടന്നു വന്നിട്ട് നല്ല രീതിയിൽ നല്ല വാഹനം എന്ന് പറഞ്ഞു. നല്ല വാഹനം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനപ്പുറത്തിരിക്കുന്നതും നല്ലത് തന്നെ എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതിനർത്ഥം എന്താ? ആ പറയുന്ന പ്രവർത്തനത്തിൽ തൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ആ സന്തോഷത്തിലും ആനന്ദത്തിലും ആ പ്രവാചകൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ വിഷയങ്ങളോടൊപ്പം തന്നെ അവർക്ക് ആനന്ദം നൽകാനുള്ള സമയവും കണ്ടെത്തി. ആയിഷ റളിയല്ലാഹുമായിട്ടുള്ള ഓട്ട മത്സരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓട്ട മത്സരം സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു വിജയിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ മധുര പ്രതികാര നടപടി എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയമാണ് നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിജയങ്ങൾ പറഞ്ഞ് ആഘോഷിക്കുന്ന രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ആനന്ദത്തിലും വിനോദത്തിലുമൊക്കെ കേവലം സമയം കളയുന്നതിന് അപ്പുറമായിക്കൊണ്ട് മനുഷ്യർ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാനും സംഘർഷമുള്ള ജീവിതത്തിന് ഒരു അയവുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് മതം ഇത്തരത്തിലുള്ള അനുവാദങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നതുണ്ട്, മതത്തിൽ വല്ലാത്തൊരു പ്രയാസങ്ങളും ഇടുക്കങ്ങളുമുണ്ട്. അങ്ങനെ പ്രയാസങ്ങളും ഇടുക്കങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ്റെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ കേൾവികൾ, അതായത് വാർദ്ധക്യത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു നൽകുന്ന മറുപടി, വാർദ്ധക്യത്തിലായിക്കൊണ്ട് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. സൂറത്തുൽ വാഖിയയിലെ 35 മുതൽ 37 വരെയുള്ള വചനങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതായത് ആ സ്ത്രീ സങ്കടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞു. ആ സ്ത്രീയുടെ മനസ്സിൽ ചെറിയ വേദന വരുന്നുണ്ടോ, ആ മുഖഭാവം മാറി എന്ന് തോന്നിയ ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി പറഞ്ഞു. അതായത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, അതായത് വൃദ്ധകളായിട്ട് ആരും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല, അവർ ഈ രീതിയിൽ യുവത്വത്തിലായിരിക്കും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിനോദത്തിൻ്റെ, തമാശയുടെ അത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങളാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുക. മാത്രമല്ല, മനുഷ്യന് ആനന്ദം നൽകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. യാത്ര പോകുന്ന കുറച്ച് യുവാക്കൾ, ചെറുപ്പക്കാർ, അവരെ യാത്ര മധ്യേ അല്ലെങ്കിൽ യാത്രക്കിടയിൽ അവർ വാഹനത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്തുകൊണ്ട് അവർ ആസ്വദിക്കുകയാണ്. അത് വല്ലാത്ത വൈറലായി ആ വീഡിയോ. എന്തുകൊണ്ട്? സാധാരണ യാത്രയിലൊക്കെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് പാട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ ചെറുപ്പക്കാർ ഇത് കാഴ്ചവെച്ചപ്പോൾ അത് വല്ലാതെ വൈറലായി തുടങ്ങി. ഇങ്ങനെയും യാത്ര പോകാം എന്ന് കമൻറ്റുകളും വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൻ്റെ പ്രാധാന്യം. യ അയ്യുഹന്നാസു, അല്ലയോ ജനങ്ങളെ എന്നാണ്. ആ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, യ അയ്യുഹന്നാസു, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങൾ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. മാത്രമല്ല, വശിഫാഉ ലിമാ ഫി സുദൂരി, അത് ഹൃദയത്തിന്, സ്വദറിന്, നിങ്ങളുടെ ഹൃദയത്തിന് അതൊരു ശമനമാണ്. അപ്പോൾ എവിടെയാണോ വസ്വാസ് ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സ്വദറിൽ ആ വസ്വാസ് ഉണ്ടാകുന്ന അതേ മേഖലയിൽ തന്നെ ശമനമുണ്ട് വിശുദ്ധ ഖുർആൻ
പാരായണം കൊണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞില്ല. വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗദർശനമുണ്ട്, കാരുണ്യവുമുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് മനുഷ്യന് ആനന്ദം നൽകുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം മ്യൂസിക് തെറാപ്പികളുണ്ട്, അതേപോലെ തന്നെ റിയാലിറ്റി തെറാപ്പികൾ എന്ന് പറയുന്ന ഒരുപാട് തെറാപ്പികളുണ്ട്. ഈ തെറാപ്പികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പൂർണ്ണമായിട്ടും വിജയം പ്രാപിക്കാത്ത ഘട്ടങ്ങൾ കാണുന്നുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ അത് വായിക്കുമ്പോൾ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ, സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുമ്പോൾ ആ പറയുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതാണ് ഈ പറയുന്ന വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിന് സന്തോഷവും അതേപോലെ തന്നെ ശമനവും നൽകുന്നു. കഴിഞ്ഞില്ല. കായിക വിനോദങ്ങൾ മനുഷ്യന് ജീവിതത്തിൽ ആനന്ദത്തിനും സന്തോഷത്തിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ് കായിക വിനോദങ്ങൾ. മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? ഖവിയുൻ അമീനുൻ, ശക്തനാണ്, വിശ്വസ്തനാണ്. ഇപ്പോൾ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം? വിശ്വസ്തനായിരിക്കണം, ഖവിയായിരിക്കണം. അതിന് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹദീസിൻ്റെ ഭാഗമാണ് അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഹബ്ബുൻ ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അല്ലേ? ഒരു സത്യവിശ്വാസിയായിട്ടുള്ള, ഒരു ശക്തനായിട്ടുള്ള ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഉത്തമനാണ്. അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഉത്തമനാവും അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. എന്തിനേക്കാൾ? ദുർബലനായിട്ടുള്ള വിശ്വാസിയേക്കാളും. അപ്പോൾ ശക്തനായിട്ടുള്ള വിശ്വാസി. ഇബ്നു റുക്കാനയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൽപ്പിടുത്തം നടത്തി. ആദ്യഘട്ടത്തിൽ ആ ഇബ്നു റുക്കാന പറയുന്നത്, എന്നെ പരാജയപ്പെടുത്താൻ റസൂലെ താങ്കൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ പറയുന്ന മൽപ്പിടുത്തത്തിൽ ഇബ്നു റുക്കാനയെ ഒന്നല്ല രണ്ടല്ല 3 തവണ പരാജയപ്പെടുത്തി. ആ സമയത്ത് ഇബ്നു റുക്കാന തിരിച്ചു പറയുന്ന വാക്കുണ്ട്, റസൂലെ പലരും എൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, പലരും എൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ താങ്കൾ എന്നെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായിട്ട് വിനോദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കുതിരപ്പന്തയം സംഘടിപ്പിച്ചു. ആ കുതിര സവാരി സംഘടിപ്പിക്കുകയും അത്തരത്തിലുള്ള പദ്ധതികളിൽ പങ്കാളിയാവുകയും സംഘാടകനാവുകയും ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തബക്കാത്തുൽ ഹനാബിലയിൽ ഇബ്നു റജബിൻ്റെ കിതാബിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. അൻസ്വാരി ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, അല്ല അൻസ്വാരികൾ വിനോദം ഇഷ്ടപ്പെടുന്നവരാണല്ലോ, ഇന്ന് അവർക്ക് വിനോദങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അതിനുള്ള അവസരം ഒരുക്കുന്നു. അവർ പാട്ടുപാടി. ആ പാട്ടുപാടിയിട്ടുള്ള വിഷയത്തിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടി. ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ അറിയുന്നവർ. ഓവറായപ്പോൾ അവിടെ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അത് പറയരുത്, ആ വരി മാറ്റണം. നാളെ അറിയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന വരികൾ മാറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള വരികളിൽ സർഗാത്മകമായിട്ട് എഴുതുന്ന വരികളിലും അതേപോലെ കവിതകളിലും ഇത്തരത്തിലുള്ള ആലാപനങ്ങളിലുമൊക്കെ വരുന്ന വരികളുടെ ആശയങ്ങളെയായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ചോദിക്കുകയാണ്. മാത്രമല്ല ഈ എത്യോപ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആ പറയുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് ഏർപ്പെടാനും വേണ്ടി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുള്ള ചരിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് വിനോദങ്ങളുണ്ട്. 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിനോദങ്ങളുണ്ട്, ആനന്ദമുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒന്ന് അമ്പെയ്ത്തിലാണ്, മറ്റൊന്ന് കുതിര സവാരിയിലാണ്, അതേപോലെ മൂന്നാമത് ഭാര്യയുമായിട്ട് ഇണയുമായിട്ട് സല്ലപിക്കുമ്പോൾ, ഇണയുമായിട്ട് ജീവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആനന്ദം, അത്തരത്തിലുള്ള വിനോദങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. ഇത് ആ കാലഘട്ടത്തിൽ ഒരു സൈനികമായ പരിശീലനവും അതേപോലെ തന്നെ കായികമായ പരിശീലനമായിട്ട് അതിനെ കാണുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അമ്പെടുത്തിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ അതിന് സമാനമായ ചില നിബന്ധനകളോട് കൂടിയിട്ടുള്ള വിനോദങ്ങളിൽ നമുക്ക് ഏർപ്പെടാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ പള്ളി മിമ്പറുകളിലൊക്കെ സംസാരിച്ച വിഷയങ്ങൾ എന്തായിരുന്നു? ഇതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, മതത്തിൽ അനുവദിച്ച മേഖലകൾ, അനുവദിക്കാത്ത മേഖലകൾ തുടങ്ങിയ വിഷയങ്ങളാണ്. ഇതേപോലൊരു ഖത്തീബ് ഇങ്ങനെ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നടത്തി എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസവും ആ പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ ഫ്ലക്സ് മുമ്പിൽ വന്നു. കാരണം ഖുത്ബ കഴിഞ്ഞപ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമായി. ആ ഖത്തീബ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് ഫുട്ബോൾ കളി ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ കളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, അതിൽ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം തന്നെ പള്ളിയുടെ മുമ്പിൽ സുബഹിക്ക് ഒരു ഫ്ലെക്സ് കണ്ടിട്ടുള്ളത്, മൗലവി എന്തൊക്കെ പറഞ്ഞാലും കപ്പ് ബ്രസീലിൽ തന്നെ എന്ന് പറഞ്ഞു. മൗലവി എന്തൊക്കെ പറഞ്ഞാലും കപ്പ് ബ്രസീലിൽ തന്നെയെന്ന്.
അപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇത് വിഷയങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ആ വിനോദങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ചില ലക്ഷണങ്ങളാണ്. അവരെന്താണ്? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാകുന്നു. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വരുന്ന അനാവശ്യമായിട്ടുള്ള മേഖലകളുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വഹാബാക്കൾക്ക് വല്ലാത്ത പേടിയായി. അവർ തിരിച്ച് ഈ പറയുന്ന ചോദ്യത്തിന് അവർ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾ നല്ല വസ്ത്രം ഉടുക്കുകയും നല്ല ചെരുപ്പ്, നല്ല വസ്ത്രം ധരിക്കുക, ആ രീതിയിൽ മുടിയൊക്കെ ചീകി ഒതുക്കി ഈ രീതിയിൽ ജീവിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ഗണത്തിൽ പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹു ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വൃത്തിയോടുകൂടി നല്ല മാന്യതയോട് കൂടിയിട്ട് ഒരു വിശ്വാസി നടക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിക്കൊണ്ടാണ് ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞില്ല, അതേ സമയത്ത് തന്നെ പഠിപ്പിച്ചു എന്താണ് അഹങ്കാരം. അതിനെ അഡ്രസ്സ് ചെയ്തു. അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ ധിക്കരിക്കലാണ്. സത്യത്തെ ധിക്കരിക്കലും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കലുമാണ്. ജനങ്ങളെ വളരെ മോശമാക്കുക അല്ലെങ്കിൽ നിസ്സാരമാക്കുക എന്ന് പറയുന്നതാണ്. അവിടെയാണ് ഈ പറയുന്ന വചനവുമായി ബന്ധപ്പെട്ട്, ഈ ഹദീസിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടി വായിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. ഹുദു സീനതക്കും ഇൻദ കുല്ലി മസ്ജിദ്. എല്ലാ ആരാധന വേളയിലും നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചു കൊള്ളുക. പള്ളിയിൽ പോകുമ്പോൾ അല്ല, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോവുകയാണ് എന്ന ഒരു മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത്. നല്ല വസ്ത്രം ധരിക്കുന്നു, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വൃത്തിയുള്ള വസ്ത്രം. ഈ രീതിയിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു ആഘോഷങ്ങളിൽ, വിനോദങ്ങളിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എണ്ണി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ അവസാനത്തെ സമയമായതുകൊണ്ട്. ഒന്ന്, ഹറാമ് വരാൻ പാടില്ല. ഹറാമ് വരാൻ പാടില്ല. നമുക്കറിയാം, ഒരു പ്ലെയർ, ഒരു കളിക്കാരൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു ബിയർ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കുപ്പി അദ്ദേഹം മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഒരു പാനീയം മാറ്റി വെക്കുന്ന സമയത്ത് തന്നെ ആ പറയുന്ന കമ്പനിയുടെ വരവ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു കളിയിലും വിനോദത്തിലും ഏർപ്പെടുന്ന സമയത്ത് ഹറാമ് വരാൻ പാടില്ല. ബാക്കി നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക, മദ്യം, മയക്കുമരുന്നുകൾ, അത്തരത്തിലുള്ള വസ്തുക്കൾ കുടിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. എത്രയോ അത്തരത്തിലുള്ള വിനോദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കായിക കളികളിലുമൊക്കെ ഒരുപാട് ആളുകൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സമയം അനാവശ്യമായിട്ട് കളയാതിരിക്കുക. അപ്പോൾ സമയം ആവശ്യമുള്ളതാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉപയോഗപ്രദമായിരിക്കണം. നമ്മൾ ഏർപ്പെടുന്ന ഒരു വിനോദം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യണം, നമ്മുടെ മനസ്സിന് ആനന്ദം നൽകണം, അതേപോലെ തന്നെ നമ്മൾക്ക് അതിലൂടെ ഒരു കുളിർമയും ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്, സ്വന്തത്തിനും മറ്റുള്ളവർക്കും വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നത് ആകരുത്. സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത് ആകരുത്. നാലാമതായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാമിനും പൊതുസമൂഹത്തിനും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇസ്ലാമിനും പൊതുസമൂഹത്തിനും ഉപദ്രവം ഉണ്ടാകുന്ന ഒരുപാട് വിനോദങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വിനോദത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുത്തഴിഞ്ഞിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ശീർഷകമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം, പൊളിച്ചടക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം അല്ലെങ്കിൽ പൊളിച്ചടക്കണം. അപ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നൈമിഷികമായിട്ടുള്ള ആസ്വാദനങ്ങൾക്ക് പിന്നാലെ ഓടി നടക്കുന്നു, അല്ലേ? ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ്, കൃത്രിമമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ ഓടുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് മദ്യപിച്ചത്, നിങ്ങളങ്ങനെ കുടിക്കാത്ത ആളല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാം മറക്കാൻ വേണ്ടി കുടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ മറക്കാൻ വേണ്ടിയിട്ട് കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഇയാൾക്ക് ഈ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ഇതേപോലെ തന്നെ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ യുവസമൂഹത്തിൽ ഈ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നാട്ടിലറിയാം, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ദഅവത്ത് നടത്തുന്നത്. ഇതേപോലെ തന്നെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഞായറാഴ്ച ദിവസവും കുറച്ച് പ്രായമുള്ള ആളുകൾ അവർ വന്നു.
അവർ വന്നിട്ട് കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഒരുപാട് ആളുകളുണ്ട്, ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ സ്വർഗത്തിൽ പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ സ്വർഗത്തിലൊക്കെ പോകണം, കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ കാഴ്ചപ്പാടില്ല. അപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ ഇവർ അരമണിക്കൂർ 10 മിനിറ്റ് ഉള്ളൂ എന്ന് സംസാരിച്ചു, പക്ഷെ അരമണിക്കൂർ അങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒക്കെ കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പോൾ ഇത്രയും പണിയെടുക്കണമല്ലേ സ്വർഗത്ത് പോകാൻ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഞാനൊക്കെ സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ സിറിഞ്ചെടുത്ത് ഒരൊറ്റ കുത്താന്നാണ്, ആ ഒരൊറ്റ കുത്തു കുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകും, സ്വർഗത്തിൽ പോകുന്ന. അതായത് നമ്മുടെ യുവസമൂഹത്തിൻ്റെ ചെറുപ്പക്കാരുടെ തെറ്റായിട്ടുള്ള ധാരണയാണ്. അവിടെയാണ് പൊതുസമൂഹത്തിനും സ്വന്തത്തിനും ഉപദ്രവമുണ്ടാക്കുന്ന അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, വിനോദത്തിലൂടെ ജീവിതം സമ്പത്ത് നഷ്ടപ്പെടുത്തുക. എത്ര പൈസ റമ്മി കളിക്കൂ നിങ്ങൾ നേടും, നമ്മൾ കാണുന്ന പരസ്യങ്ങളാണ്. റമ്മിയിലൂടെ അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമുകൾ, അതല്ലാത്ത മറ്റു വഴികളിലൂടെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണം സമ്പാദിക്കുക. അപ്പോൾ ഇതിന് തെറ്റായിട്ടുള്ള ചൂതാട്ടത്തിൻ്റെ വഴികളാണ് നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തരുന്നത്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ അകപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് അകപ്പെട്ടു പോയിട്ട് ജീവിതവും കുടുംബവും സമ്പത്തും ഒക്കെ തകർന്നു പോയിട്ട് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തത്, മൃഗം പക്ഷി എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ. നമുക്കറിയാം ഈ കോഴിപ്പോരുകൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ അതൊരു പോരാട്ടങ്ങളാണ്. അവരിങ്ങനെ നടുവിൽ 2 കോഴികളെ നിർത്തും, അല്ലെങ്കിൽ 2 ആടുകളെ നിർത്തും, അല്ലെങ്കിൽ 2 മാടുകളെ നിർത്തും. എന്നിട്ട് ഈ ആട് മാട് കോഴികളെ പരസ്പരം പോരടിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള, അവരെ തമ്മിൽ അടിപ്പിച്ചുകൊണ്ടുള്ള വിനോദങ്ങൾ ഇസ്ലാമിനെതിരാണ്, അത് പാടില്ല. അപ്പോൾ നമ്മളത് മാറി നിൽക്കുന്ന ആളുകൾക്ക് വല്ലാത്ത കൗതുകമാണ്, നമ്മൾ കൈയടിക്കുന്നു, എൻ്റെ കോഴി, എൻ്റെ ആട്, എൻ്റെ മാട് വിജയിച്ചിരിക്കുന്നു. അതല്ല, അത്തരത്തിൽ വിനോദങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. അതേപോലെ തന്നെയാണ് മറ്റൊന്ന്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, പരിഹസിക്കുന്ന രൂപത്തിലുള്ള ചില വിനോദങ്ങൾ. ഇപ്പോൾ ഈ മൈക്ക് എടുത്തിട്ട് നമ്മൾ വിനോദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് സമയം സന്തോഷിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീർഷകം വെച്ചുകൊണ്ട് ചിലപ്പോൾ മൈക്കായിട്ട് പുറത്തേക്ക് വരുന്ന ആളുകളുണ്ട്. അവർ വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വളരെ വൾഗറായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് അവരുദ്ദേശിക്കുന്ന ഉത്തരം കൊടുക്കണം. ആ ഉത്തരമാകട്ടെ അത് പൊതുസമൂഹത്തിനും കേൾക്കുന്ന ആളുകൾക്കുമൊക്കെ അരോചകമാണ് എന്നറിയാം. എന്നാലും ആ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ട് മറ്റുള്ളവരെ പരിഹസിപ്പിച്ചുകൊണ്ടും തരം താഴ്ത്തിക്കൊണ്ടും എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ആനന്ദം കണ്ടെത്തണം. ഇതിനും ഇസ്ലാം എതിരാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, അല്ലയോ വിശ്വാസികളെ, ഒരു ജനവിഭാഗം മറു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. അങ്ങനെ വന്ന് ഒരുപാട് വചനങ്ങൾ അതിൽ ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, അപമാന പേരുകൾ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. അതിൻ്റെ അവസാനത്തെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നത്, താരങ്ങളെ ആരാധ്യന്മാരായിട്ട് കാണാതിരിക്കുക. മെസ്സി എൻ്റെ ദൈവം, റൊണാൾഡോ എൻ്റെ ജീവൻ, എൻ്റെ ദൈവം, അല്ലെങ്കിൽ ഇന്നാൾ എൻ്റെ ജീവിതം. അപ്പോൾ ഇയാളുണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരം, അത് കായിക താരമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന, അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും താരങ്ങളാകട്ടെ, ആ പറയുന്ന താരമുണ്ടെങ്കിലേ എനിക്ക് ജീവിതമുള്ളൂ. അയാൾ പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയത്തിലും ഉണ്ടാവും, അതല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലുണ്ടാവും. ഒരാൾക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്ഥാനവും ആ റെസ്പെക്റ്റും അതിനേക്കാൾ അപ്പുറമുള്ള വലിയൊരു സ്ഥാനം കൊടുക്കുക. എന്നിട്ട് റബ്ബിന് ഇലാഹിന് സമാനമാക്കുക. ഇലാഹിന് സമാനമാക്കിക്കൊണ്ട് ഇയാളാണ് എൻ്റെ ദൈവം, ഇയാളുടെ ബർക്കത്തുണ്ട്, റഹ്മത്തുണ്ട്, ഈ രീതിയിലുള്ള സങ്കല്പങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് ഒരു ബലാത്കാരമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. അപ്പോൾ മതത്തിൽ മനുഷ്യന് ആനന്ദത്തിനുള്ള അവസരങ്ങളുണ്ട്, വിനോദത്തിനുള്ള അവസരങ്ങളുണ്ട്. ഇടുക്കമുള്ള ഒരു കുടുസായിട്ടുള്ള ചിന്താഗതിയല്ല മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ലിബറലിസ്റ്റുകൾ, സ്വതന്ത്രവാദികൾ ഇന്ന് ഈ യുവാക്കളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഈ പറയുന്ന മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ അനുവദിക്കപ്പെട്ട മേഖലകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം.
എന്നാൽ നേരെ തിരിച്ച് നമുക്കറിയാം, ഈ നമ്മുടെ ബാംഗ്ലൂരിൽ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പല ക്ലബ്ബുകളും പബ്ബുകളും ഹബ്ബുകളും ഒക്കെ നമ്മുടെ ഈ പറയുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലയിലുമൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് വരുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരുപാട് കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കാണ് മനുഷ്യരെ കൊണ്ടുപോകുന്നത്. അവിടെ സർഗാത്മകമായിട്ടുള്ള അവസരങ്ങളുണ്ട്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, റബ്ബിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ വഴികൾ നമ്മൾ സ്വീകരിക്കുക. ആ രീതിയിൽ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അനുവദിക്കപ്പെട്ട മേഖലകളെ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ടും അതിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ജീവിക്കുക. എന്നിട്ട് അതിൻ്റെ ഹറാമായിട്ടുള്ള വഴികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.